അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലിലും ഇസ്രയേൽ നടപടികൾ നിർത്തുന്നില്ല എന്നാണ്. ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ ഗാസയിൽ നിന്ന് തത്സമയം നമ്മോടൊപ്പമുണ്ട്. സന്തോഷ് കുമാർ, അങ്ങ് യുക്രൈൻ യുദ്ധത്തിന്റെ സമയത്ത്, യുക്രൈൻ റഷ്യ ഏറ്റുമുട്ടലിന്റെ സമയത്തും അവിടെ ജനങ്ങളെ രക്ഷിക്കാൻ, അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ അവരെ ചികിത്സിക്കാൻ അങ്ങുണ്ടായിരുന്നു. ഇപ്പോൾ ഗാസയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ കാഴ്ച അതിലും ഭീകരമാണെന്ന് വ്യക്തമാണ്. അതാണിപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വാർത്തകളും. അങ്ങിപ്പോൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഗാസ സിറ്റിയിൽ നിന്നുള്ള വലിയ തോതിലുള്ള പലായനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്നത് നാസർ ഹോസ്പിറ്റലിലും അൽ മവാസിയുടെ ഫീൽഡ് ഹോസ്പിറ്റലിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഈ അൽ മവാസി മുതൽ ഡെയർ അൽബല വരെയുള്ള ഏകദേശം ഒരു 20 കിലോമീറ്റർ പ്രദേശം മാത്രമേ വാസയോഗ്യമായിട്ട് വാസ്തവത്തിൽ ഇപ്പോൾ ഇനി ഗാസ സ്ട്രിപ്പിലുള്ളൂ. ഇതിന്റെ അങ്ങേയറ്റത്തുള്ള ഗാസ സിറ്റി എന്ന് പറയുന്നത് ഈ ഡെയർ അൽബലയുമായിട്ടുള്ള ഒരു ഇടയ്ക്ക് ഒരു 20-25 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഗാസ സിറ്റി ബോംബ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ, ഈ ഗാസ സിറ്റിയിൽ നിന്നും ആൾക്കാർ ഈ ഭാഗത്തേക്ക്, തെക്ക് ഭാഗത്തേക്ക് അൽ മവാസിയിലേക്കും ഡെയർ അൽബലയിലേക്കുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പോകാനായിട്ട് വാഹനങ്ങളൊന്നും തന്നെ ഇല്ല. അഥവാ ട്രക്കുകൾ ഉണ്ടെങ്കിൽ പോലും തന്നെ ഒരു ട്രക്കിനൊക്കെ ഏകദേശം ഈ പറയുന്ന ഇത്രയും ദൂരം കവർ ചെയ്യാനായിട്ട് ഏകദേശം $1000 അതായത് 1 ലക്ഷത്തോളം അടുപ്പിക്കുന്ന ഒരു പണമാണ് എല്ലാവരും ചോദിക്കുന്നത്. അതൊന്നും കൊടുക്കാൻ ആൾക്കാരുടെ കയ്യിലില്ല എന്ന് മാത്രമല്ല, വളരെ പെട്ടെന്നാണ്. ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ താരിഖ് നമ്മൾ ഒരുമിച്ച് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഫോൺ ഇങ്ങനെ എന്തിനും റിങ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അപ്പുറത്തുനിന്ന് പറഞ്ഞത്, നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ബോംബ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു, നമ്മൾക്ക് അടിയന്തരമായിട്ട് മാറേണ്ടതുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് ഈ താരിഖിന് ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. താരിഖിന് ഈ കാര്യങ്ങളൊന്നും പറയാനും പോലും പറ്റുന്നില്ല. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, എന്തായാലും ഇന്നൊരു കാര്യം ചെയ്യൂ, പെട്ടെന്ന് ഉള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊന്നും നടക്കാനാണ് പറയുന്നത്. അപ്പൊ നടക്കാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവര് തിരിച്ചു ചോദിക്കുന്നു, നമ്മുടെ താരിഖിന് 2 ബ്രദേഴ്സ് ഉണ്ട്, അവരുടെ കുട്ടികളുണ്ട്, അവരെന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതേ പറഞ്ഞാൽ അവരെയും കൂടെ കൂട്ടിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അടുത്ത വിളി വന്നു, ഇവര് ബ്രദർ താമസിക്കുന്ന സ്ഥലം ബോംബ് ചെയ്ത് കഴിഞ്ഞു, അവരെ കാണാനില്ല, അവരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല, ആ കെട്ടിടം മുഴുവൻ തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളുമായിട്ട് ഏകദേശം 6 കുട്ടികളുമായിട്ട് ഏകദേശം 30ഓളം കിലോമീറ്റർ നടന്നിട്ടാണ് ഇവർ വരുന്നത്. നടന്നിട്ട് ഒരു ദിവസത്തേക്ക് മുഴുവൻ ഇവരെ കുറിച്ച് യാതൊരു വിവരവും കിട്ടുന്നില്ല, യാതൊരു വിവരവും കിട്ടുന്നില്ല. അപ്പോൾ ഉടനെ ഇവര് പല സ്ഥലത്ത് ദിക്കിലൊക്കെ തിരഞ്ഞ അവസാനം അടുത്ത ദിവസം വൈകിട്ടാണ് അവർക്ക് ഇവരെ കുറിച്ച്, ഇദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചൊക്കെ വിവരം കിട്ടുന്നത്. അപ്പൊ ഇത് ഓരോ ആൾക്കാരുടെയും കഥ ഇതാണ്. അങ്ങേക്ക് നേരിട്ട് അറിയുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ഏറ്റവും ഭയപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് ഡോക്ടർ സന്തോഷ് കുമാർ. അങ്ങിപ്പോൾ ഈ പരിക്കേറ്റവരെ ചികിത്സിക്കുമ്പോൾ അവിടെ എത്തുന്ന കുട്ടികൾ, അവർ കേൾക്കുന്ന മുറിവുകൾ, അവരെ ചികിത്സിക്കുമ്പോൾ ഒരു അവസ്ഥ, അതൊന്ന് പറയാമോ? നമ്മുടെ ഈ പറയുന്ന ഈ കുട്ടികൾ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഒരു അൽമാവാസി മുതൽ ഡെയർ അൽബല വരെ സൂചി കുത്താനായിട്ട് സ്ഥലമില്ല. ഓരോ ടെന്റിലും ഏകദേശം 10 മുതൽ 15 പേരാണ് താമസം. അപ്പോൾ അത്രയ്ക്കും തിക്ലി പോപ്പുലേറ്റ്. ഒരു ബോംബൊന്ന് വീണ് കഴിഞ്ഞാൽ ഏകദേശം മിനിമം ഒരു 100-200 പേർക്കെങ്കിലും പരിക്കേൽക്കും. അതിനകത്ത് 50 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവും. ഇവരെല്ലാം കൂടെ കൊണ്ടുവരാനായിട്ട് ആംബുലൻസ് ഒന്നും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഈ കുട്ടികളെല്ലാം റോഡിലാണ്. ഇത് നോക്കാനായിട്ട് ഈ പറയുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഈ ദൈനംദിനമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പോലും ഉള്ള സാഹചര്യമില്ല. അപ്പൊ അവര് ഇതിനെ കുറിച്ച് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് തത്രപ്പാടില് കുട്ടികളൊക്കെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. കുട്ടികളൊക്കെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് തിരിച്ചു പോയിട്ട് പോകുമ്പോൾ ഈ കുട്ടികളൊന്നും കാണുന്നില്ല, ഒരു സ്ഥലത്തും കാണുന്നില്ല അവരെ. പലപ്പോഴും കുട്ടികളെ ഈ പറഞ്ഞ കിട്ടുന്ന കഴുത വണ്ടികളിലേക്ക് കയറിയിട്ട് വേറെ എവിടെയെങ്കിലൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് ഇവര് ഒന്നും അറിയാതെ തന്നെ ഈ വെടിവയ്പ്പിന്റെ ഇടയിലേക്ക് ഈ പറയുന്ന ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടും.
അവിടെ ഇവർക്ക് ഇത് ഈ പറയുന്ന തോക്കിന്റെ ഒച്ചയോ അതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് ഇതിൽ 6 വയസ്സും 8 വയസ്സും 10 വയസ്സുമായി കുട്ടികൾ മരിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ നെഞ്ചത്തെ മുഴുവൻ വെടി കയറിയ ഒരു അരിപ്പ പോലെയായി മാറുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കുട്ടികൾക്ക് അവിടെ എത്താൻ പറ്റുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. ഇപ്പൊ ഈ പറയുന്ന ഈ പട്ടിണി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങള് നമ്മൾ സാധാരണ ധരിക്കും പട്ടിണി മൂലം ആൾക്കാര് ഭക്ഷണമില്ലാതെ വലഞ്ഞ് ഈ ഭക്ഷണമില്ലാത്തതിന്റെ കുപോഷണം കാരണം മരിച്ചു പോകുന്നു, എല്ലും തോലുമായി മരിച്ചു പോകുന്നു. അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഭക്ഷണമില്ലാതാവുമ്പോൾ ഭക്ഷണത്തിന് തേടിയിട്ടുള്ള ആൾക്കാർ പരക്കം പായുകയും അവർ തമ്മിൽ അടികൂടുകയും ആ കിട്ടുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുകയും അതിഭയങ്കരമായിട്ടുള്ള ലഹളയും ഈ പറയുന്ന സിവിൽ വാറുമാണ് അവിടെ ഉണ്ടാകുന്നത്. പല മാഫിയകളായി തിരിഞ്ഞിട്ട് ആൾക്കാർ ഭക്ഷണം ഈ പറഞ്ഞ കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവരുന്ന ഭക്ഷണം മറച്ചു വിൽക്കുക, അത് കൊണ്ടുവരുന്ന ആൾക്കാരെ കൊലപ്പെടുത്തുക. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വളരെ സങ്കീർണമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുന്നത്. മനുഷ്യൻ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണല്ലോ ഡോക്ടർ. അങ്ങിപ്പോൾ ഒരു ആശുപത്രിയിലാണുള്ളത്. ഈ ആശുപത്രികൾക്ക് നേർക്കും ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് നിരന്തരം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങടക്കമുള്ള സംഘം എത്രത്തോളം സുരക്ഷിതരാണ് ഡോക്ടർ? ഈ നാസർ ആശുപത്രിയിൽ ഞാനിപ്പോൾ ഉള്ളപ്പോൾ തന്നെ 2 പ്രാവശ്യമായിട്ട് ആക്രമണം നടന്നു. ആദ്യത്തെ ആക്രമണം ഡ്രോൺ ആക്രമണമായിരുന്നു. ഒരു ഐസിയുലെ രോഗികളെ കേന്ദ്രീകരിച്ച് ഐസിയുലെ ഏതോ ഒരു രോഗി ഈ പറഞ്ഞ ഏതോ നേതാവാന്ന് പറഞ്ഞിട്ടാണ് ഒരു ഡ്രോണിന്റെ ആക്രമണം വന്നത്. അതോടുകൂടി ആ ഐസിയു മുഴുവൻ ഉള്ള രോഗികൾ മുഴുവൻ പകുതി രോഗികൾ മരിച്ചുപോയി. ബാക്കിയുള്ളവരേക്ക് വേറെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. ആശുപത്രിയുടെ ഐസിയു മുഴുവൻ തകർന്നു പോകുന്നതാണ്. ഒരു ആശുപത്രിയിലെ ഏറ്റവും വൈറ്റൽ പാർട്ടാണ് ഈ പറഞ്ഞ ഐസിയു. ഐസിയു പോലും തകർന്നു. രണ്ടാമത്തെ ബോംബിങ് ഡബിൾ ടാപ്പ് ആയിരുന്നു. അതായത് ഈ കെട്ടിടത്തിന്റെ മുകളിൽ കുറെ ജേർണലിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം ബോംബ് ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന അന്താരാഷ്ട്ര ജേർണലിസ്റ്റുകൾ 3 പേര് തൽക്ഷണം മരിച്ചു വീണു. അവരെ രക്ഷിക്കാൻ പോയിട്ടുള്ള ബാക്കിയുള്ളവർ മുകളിലോട്ട് കയറിപ്പോയി. ആ മുകളിൽ കയറിപ്പോയപ്പോഴേക്കും 5 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ബോംബിങ് വന്നു. അപ്പൊ രക്ഷിക്കാൻ പോയവരടക്കം ഏകദേശം അടുത്ത 50 പേര് വീണ്ടും മരിച്ചു. അപ്പൊ ഡബിൾ ടാപ്പ്, ഇത്രയും ക്രൂരമായിട്ടുള്ള ഈ പറഞ്ഞ രക്ഷിക്കാൻ പോകുന്നവരെ അടക്കം കൊല്ലുന്ന അതിക്രൂരമായിട്ടുള്ള പരിപാടികളാണ് വാസ്തവത്തിൽ ആശുപത്രിക്ക് എതിരെ പോലും നടക്കുന്നത്. അപ്പോ ഇപ്പോ നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് ഇന്നലെ ഇവിടെ റഫായിലെ റഫാ എന്ന സ്ഥലം മുഴുവൻ ഇപ്പൊ തരിശായി കഴിഞ്ഞു. റഫാ എന്ന നഗരത്തിന്റെ മേയർ നമ്മുടെ ആശുപത്രിയിൽ ഒരു കുട്ടിയെ കാണാൻ വന്നിരുന്നു. പരിക്കേറ്റ ഒരു കുട്ടിയെ കാണാൻ വന്നിട്ട് അയാൾ തിരിച്ച് പോയി ഒരു 100 മീറ്റർ കഴിയുമ്പോഴേക്കും അയാളുടെ മുകളിൽ ഡ്രോൺ വീണ് അയാൾ മരിച്ചു. ഇതിപ്പോ ആശുപത്രിയിൽ 100 മീറ്റർ അടുത്താണ് ബോംബിങ് മറ്റൊക്കെ നടന്നത്. മാത്രമല്ല ഇവിടെയുള്ള ആൾക്കാരുടെ കയ്യിലും തോക്ക് പോലും ഉണ്ട്. അവരും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെടിവെക്കുന്നുണ്ട്. കത്തിയും നമുക്ക് ഈ പറഞ്ഞ പുറത്തെ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാഹചര്യമാണ് മുഴുവൻ ഈ സ്ഥലത്തും നിലനിൽക്കുന്നത്. ഇപ്പോൾ താങ്കൾ അടക്കമുള്ളവർക്ക് ഈ ഭക്ഷണവും ഈ പറയുന്ന പുറത്തെ പട്ടിണി നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ രക്ഷാപ്രവർത്തനമാണ് അവിടെ ആളുകളുടെ ജീവൻ നിലനിർത്താനുള്ള പ്രവർത്തനത്തിലാണ് നടത്തുന്നത്. നിങ്ങൾക്കുള്ള ഭക്ഷണം സാമഗ്രികളൊക്കെ അവിടെ കൃത്യമായി എത്തുന്നുണ്ടോ? ഭക്ഷണം അങ്ങനെ ആർക്കും തന്നെ ഭക്ഷണം അങ്ങനെ കിട്ടാറില്ല. നമ്മളിപ്പോ പോകുമ്പോൾ കൊണ്ടുപോകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പ്രോട്ടീൻ പൗഡറോ ഒക്കെ വളരെ കുറച്ച് കൊണ്ടുപോകുന്നില്ലാണ്ട് നമുക്ക് അവിടെ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഭക്ഷണം അല്ലാണ്ട് ഈ വരുന്ന ഒരു നേരത്തെ ഭക്ഷണമാണ് എല്ലാവരും തന്നെ കഴിക്കുന്നത്. ചോറും പരിപ്പുമാണ്. അല്ലാതെ വേറെ അല്ലാതൊരു ഭക്ഷണം ഇവിടെ കിട്ടില്ല. ഡോക്ടർ എത്ര ദിവസമായി ഇവിടുത്തെ ആശുപത്രിയിൽ തുടരുന്നു? എത്ര ദിവസമായി? ഞാനിപ്പോ ഏകദേശം 8 ആഴ്ചയായിട്ടുള്ളൂ. റീപ്ലേസ് ചെയ്യാൻ വരുന്ന ഡോക്ടർക്ക് വരാൻ കഴിയുന്നില്ല. കാരണം ഇപ്പൊ ഏകദേശം 100ഓളം പേര് മാത്രമേ അന്താരാഷ്ട്ര തലത്തിലുള്ള UN ടീമിലുള്ള 100 പേര് മാത്രമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇവർക്ക് നമുക്ക് തന്നെ റീപ്ലേസ്മെന്റ് കിട്ടുന്നില്ല. കാരണം ആൾക്കാരെ അകത്തേക്ക് കടത്തി വിടുന്നു. ഇപ്പൊ നേരത്തെ വന്ന ആൾക്കാര് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ 2 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് പിന്നെ കടത്തി വിടത്തില്ല. അങ്ങനെ വരാൻ സാധ്യതയുള്ള ആൾക്കാർ പോലും വരാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
ഏകദേശം ഈ ഈ 100ഓളം പേര് മാത്രമാണ് ഈ ഒരു ഇന്റർനാഷണൽ ടീം എന്ന നിലവാരത്തിൽ വാസ്തവത്തിൽ ഇവിടെ ഈ പറഞ്ഞ ഈ ഗാസയിലെ ബാക്കിയുള്ള ആശുപത്രിയിലും ഹ്യൂമാനിറ്ററിയൻ പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടുള്ളത് വളരെ കുറച്ച് പേര് മാത്രമാണ് ഉള്ളത് ഇപ്പോൾ. ശരി, ഏതായാലും ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ്. ഡോക്ടർ സന്തോഷ് സുരക്ഷിതനായി തുടരുക. അവിടെ നിന്നുള്ള വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ്, ആശങ്കപ്പെടുത്തുന്നതാണ്. ഒരു തരത്തിലും ഒരു പരിഹാരം ഉടനെ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് അവിടുത്തെ ദൃശ്യങ്ങളും വിവരങ്ങളും നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഗസയിൽ നിന്ന് തത്സമയമാണ് ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ ചേർന്നത്.